ഹായ്, എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഈ പച്ചക്കറി അരിയുമ്പോൾ 2 കൈയിലും 10 വിരലിനും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. പക്ഷേ എൻ്റെ ഈ വീഡിയോ തീരുമ്പോൾ എൻ്റെ 2 വിരൽ ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ റെസിപ്പി നോക്കാം. റവയുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് വെറും 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റവയുടെ ഉപ്പുമാവാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ 1.25 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ളത് വെള്ളം നേരത്തെ തന്നെ തിളപ്പിച്ച് വെക്കുകയാണ്. 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. റവ അളന്നെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെള്ളം അളന്നെടുത്തിരിക്കുന്നത്. ആ അളന്നെടുത്ത് വെച്ച വെള്ളത്തിലേക്ക് 1.25 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വേണം തിളപ്പിക്കാനായിട്ട്. വെള്ളം ഒരു വശത്ത് തിളയ്ക്കട്ടെ. ആ സമയത്ത് നമുക്ക് പാൻ ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്, ഒരു അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റും ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിനി ബീൻസ് ചേർത്ത് കൊടുക്കാം. റവ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് പച്ചക്കറി ചേർത്ത് കൊടുക്കണം. അതിനകത്ത് ഫൈബർ കണ്ടന്റ് ഉണ്ടാവും. റവ കഴിച്ചാൽ മിക്കവർക്കും ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസ് ഇല്ലാണ്ടാക്കാനായിട്ട് ഈ ഫൈബർ കണ്ടന്റ് ഉള്ള പച്ചക്കറി ചെല്ലുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ബീൻസും ക്യാരറ്റും ഒക്കെ ഒന്ന് ചെറിയൊരു വേവായി കിട്ടുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് റവ ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് റോസ്റ്റഡ് റവ തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മളത് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഉപ്മാവിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അതൊരു 3 മിനിറ്റ് 4 മിനിറ്റോളം ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ച ആ വെള്ളവും കൂടെ ചേർത്തങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഗ്യാസ് തീരെ സിമ്മിലിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 4 മിനിറ്റോളം ഞാനിത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. റവ നന്നായിട്ട് കുക്കാവട്ടെ. ഇതാണ് എൻ്റെ കൈ ഒടിഞ്ഞു പോയത്. 2 വിരൽ ഒടിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടില്ലേ? ഞാനിത് പച്ചക്കറി അരിഞ്ഞ സമയം കൊണ്ട് 2 പൂച്ച മുറ്റത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കി. അതിനെ ഓടിക്കാനായിട്ട് പോയതാണ്. പോയ വഴിക്കൊന്ന് വീണ് എൻ്റെ 2 വിരലും ഒടിഞ്ഞു പോയി. അത് അരിഞ്ഞു വച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. എക്സ്റേ എടുത്തു. വിരൽ ഒടിഞ്ഞു എന്ന് കൺഫേം ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ റവയുടെ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ചികിത്സയ്ക്കായിട്ട് ഇനി വേറെ പോകണം. എന്നാലും റവയുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉപ്മാവിൻ്റെ പരുവം. നമ്മൾ 1.25 കപ്പിന് 2.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതായത് 1 കപ്പിന് നമ്മൾ ഏകദേശം 1.5 കപ്പോളം വെള്ളം എടുത്താലും നമുക്ക് കൂടി പോവുമൊന്നുമില്ല റവയ്ക്ക് വെള്ളം. 1.25 അല്ലെങ്കിൽ 1.5 കപ്പ് മാക്സിമം നമുക്ക് എടുക്കുന്ന അളവ് പാത്രത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് തന്നെ കിട്ടും. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. ആ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്മാവിന് നല്ല ഇരട്ടി ടേസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കും. കൂടുതൽ സോഫ്റ്റ് ആവുകയുള്ളൂ. നമുക്ക് എത്ര തിന്നാലും മതി വരില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റുള്ള റവ ഉപ്മാവ് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. എന്നാലേ നമുക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസിനായി എല്ലാവരും കാത്തിരിക്കുക. താങ്ക് യു.